ഞാൻ പ്രാർത്ഥിച്ച ഒരു ദിവസം ഇങ്ങനെ അന്നേരം എൻ്റെ ഉള്ളിൽ തോന്നി പിന്നെ എനിക്ക് ഒരു മോനും ഒരു മോളും മോൾക്ക് 2 ആമക്കളാണ്. മൂത്ത മോന് രണ്ടുപേരും പഠിച്ച് ഇളയ മോൻ എഞ്ചിനീയറിങ് കഴിഞ്ഞു. പിന്നെ റെയിൽവേയുടെ ലോക്കോ പൈലറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു, 5-ാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു അത്. അതിന് മുമ്പ് ഞാൻ ബുധനാഴ്ച ഇവിടെ വന്നപ്പോൾ ഞാൻ മോന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പാസ്റ്ററും സുധാസിസ്റ്റർ ബാക്കിയുള്ളിടത്തൊക്കെ പറഞ്ഞ് മോളുടെടുത്തൊക്കെ പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ച് അങ്ങനെ മോൻ പരീക്ഷയ്ക്ക് എഴുതി, ലോക്കോ പൈലറ്റിൻ്റെ പരീക്ഷ എഴുതി. അവൻ പാസ്സായി. ദൈവത്തിന് കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കാൻ എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. പിന്നെ അതിൻ്റെ മൂത്ത മോന് അവൻ പോളിടെക്നിക് കഴിഞ്ഞ് വേറൊരു ട്രെയിനിങ്ങും കഴിഞ്ഞെങ്കിലും അവന് ഡ്രൈവിങ്ങിനോടാണ് ഇഷ്ടം. ഹെവിയൊക്കെ എടുത്ത് വലിയ ലോറി ഓടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ. എങ്കിലും ഞങ്ങൾ വെളിയിലോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് കഴിഞ്ഞ മാസം അങ്ങേ മാസം ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തായിരുന്നു. അത് ബുധനാഴ്ച ഞാനിവിടെ വന്ന് പൈസ കൊടുത്തിട്ട് പോയി. വെള്ളിയാഴ്ച പാസ്റ്റർ ഇവിടെ അത് പ്രോഗ്രാം സ്പോൺസർ ചെയ്തു. ഞാൻ വീട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം മോന് ഞങ്ങൾ വീടിനടുത്തുള്ളൊരു പയ്യൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് മുമ്പ് ഒരാൾ ഇപ്പം തരാമെന്നും പറഞ്ഞ് ഞങ്ങളെ 75,000 രൂപ വാങ്ങിച്ചായിരുന്നു. അത് നമ്മളെ പ്രാർത്ഥനയുടെ കണ്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിൻ്റെ അടുത്ത്. ഏതായാലും ആ പൈസ ആ മേടിച്ച പയ്യൻ തന്നെ പലിശയോടുകൂടി ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ച പാസ്റ്റർ ചെയ്ത് എൻ്റെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ശനിയാഴ്ച ദിവസം മോന് വേണ്ടി ഞങ്ങൾ തൊട്ടടുത്തുള്ള മോൻ്റെ കൂട്ടുകാരനും ഞങ്ങളൊരു വീട് പോലെ കഴിയുന്നവരാ. മോൻ 2 വർഷമായി സൗദിയിൽ പോയിട്ട് ഇവന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വേക്കൻസി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ അവൻ്റെ കമ്പനിയുടെ അടുത്ത് തന്നെ വേറൊരു പുതിയ കമ്പനി തുടങ്ങി. വെള്ളിയാഴ്ച പാസ്റ്റർ പ്രാർത്ഥന കേട്ടുകൊണ്ടെങ്കിൽ ശനിയാഴ്ച ആയപ്പോൾ മോൻ അവിടെ നിന്ന് വിളിച്ചു. അവന് പോകാൻ വേണ്ടിയുള്ള എല്ലാ ഇതും അവൻ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടി നിങ്ങളെല്ലാവരും അതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി മെഡിക്കലുണ്ട്, ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. അതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്